ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇൻ ബിറ്റ്വീൻ ഞാൻ വീഡിയോസ് ഇടുന്നത് നല്ലപോലെ ഒരു ഗ്യാപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വരെ ശരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി മുതൽ കറക്റ്റായിട്ട് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദുബായിൽ എത്തിയിട്ടുള്ള രണ്ടാമത്തെ വ്ളോഗാണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ബദസൈദിലേക്ക് പുറപ്പെടുകയാണെന്ന്. ഷാർജയിൽ നിന്ന് ഓൾമോസ്റ്റ് 3-3.5 മണിക്കൂറുണ്ട് കേട്ടോ ബദസൈദിലേക്ക്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈവനിങ് ഒരു 6:30-7 ഒക്കെ ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും UAEൻ്റെ ഇൻഡസ്ട്രിയൽ ഏരിയാസാണ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ഫ്ലാറ്റ്. കാര്യമായിട്ട് ഫർണിഷിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പുറത്തേക്കുള്ളൊരു വ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ബാൽക്കണിയിലേക്കാണ്. നല്ല അടിപൊളി വിശാലമായിട്ടുള്ള ബാൽക്കണി ഉണ്ട്. കാരണം ഇപ്പോൾ ദുബായിലാണെങ്കിലും അബുദാബിയിലും ഷാർജയിലൊന്നും നമ്മളെ ബാൽക്കണി ഒന്നും ഇത്ര വലിപ്പമില്ല കേട്ടോ. ചെറിയ ബാൽക്കണിയാണ്. ഇതിപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. പുതിയ ബിൽഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതുപോലെ വലിയൊരു ഹോളാണുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോറിഡോറും പിന്നെ അവിടെയാണ് 2 റൂംസ് ഉള്ളത്. ഇവിടെ ഫർണിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി സ്ലോലി ഓരോ കാര്യങ്ങൾ ഇവിടെ സെറ്റാക്കണം. എനിക്ക് ഈ ഫ്ലാറ്റ് കണ്ടപ്പോൾ ശരിക്കും അബുദാബിയിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഫ്ലാറ്റായിട്ട് ഓർമ്മ വന്നത്. അവിടെ ഇതുപോലെ ഒരു ലോങ് കൊറിഡോറായിരുന്നു. പിന്നെ വലിയ ഹാളും കിച്ചണും. അതൊരു 3 BHK ഫ്ലാറ്റായിരുന്നു കേട്ടോ. എൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു മേജർ പോർഷൻ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണത്. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി ഈ തവണ എനിക്ക് അവിടെ പോകാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും എനിക്കവിടെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ ബിൽഡിംഗ് ഞാൻ ഒന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഒരു 19 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും UAEയിലേക്ക് വന്നപ്പം എനിക്കത് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ബിൽഡിംഗ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അബുദാബി വിസിറ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അന്ന് ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്നിട്ട് 1-2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തപ്പി നോക്കട്ടെ, ചിലപ്പോൾ എൻ്റെ ഫോണിലുണ്ടാവും. ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈവനിങ് നമ്മളെത്തി. അന്നത്തെ ദിവസം നല്ലോണം റെസ്റ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. കേർട്ടൻസും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നാനാഭാഗത്തു നിന്നും നല്ല രീതിയിൽ വെളിച്ചം വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഈ വെളിച്ചോ പിന്നെ ചൂടൊന്നും വലിയ കുഴപ്പമില്ല. കാരണം ഇപ്പം ജനുവരി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ സമ്മർ ടൈമിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അപ്പോഴത്തേക്കിനും നല്ല രീതിയിൽ കേർട്ടൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ഫുൾ ബ്ലാക്ക് ഔട്ട് കേർട്ടനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കേർട്ടൻ ചെയ്യാൻ. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. നമ്മൾ സുബഹിക്ക് ഉണ്ടാക്കി വെച്ച ചായൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ കുറച്ചും കൂടെ ചായ പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. തൽക്കാലം നമ്മൾ ഇൻഫ്രാറെഡിൻ്റെ ഒരു സിംഗിൾ കുക്ക് ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. എനിക്കെൻ്റെ യൂഷ്വൽ റുട്ടീന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാട്ടോ തോന്നണേ. കാരണം നാട്ടിലാവുമ്പോഴേ രാവിലെ എണീറ്റ് ഇങ്ങനെ ചായ ഉണ്ടാക്കി പിന്നെ പുറത്തേക്കൊക്കെ നോക്കി ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒരു ഹറി ബറി ആയിരിക്കും. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പം നമുക്ക് ഒന്നിനൊന്നും തിരക്കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ആ ഒരു റിലാക്സേഷൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് ഉമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 കപ്പ് തേക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുകയാണ്. ഇന്നിവിടെ മക്കളുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാവരും എണീറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം ഇറങ്ങി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫാമിലീസും കാര്യങ്ങളും പിന്നെ ഒരു സിറ്റി ലൈഫൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ മോസ്റ്റ്ലി ഓയിൽ പ്ലാന്റ്സ്, റിഫൈനറീസ്, അതിൻ്റെ ലേബറേഴ്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഇവിടെ ലേബറേഴ്സും പിന്നെ അവരുടെ ഫാമിലി ആയിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യുന്നവരും മാത്രമേ ഉള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഇറങ്ങും കേട്ടോ. നമ്മൾ ഇവരുടെ സ്കൂളിൽ പോവാണ്. പിന്നെ ഈ ഒരു ബിൽഡിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്കൊരു മോർണിംഗ് വാക്കിന് പോകണമെങ്കിൽ ഇവിടുത്തെ കോറിഡോറിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള കോറിഡോറാണ്.
ആൻഡ് ഹൈറ്റ് വൈസ് പൊതുവേ ഈ ഏരിയയിലെ ബിൽഡിങ്സ് എല്ലാം ഹൈറ്റ് കുറവാട്ടോ. മേ ബി ലൈക്ക് നോട്ട് എബോവ് 5 ഫ്ലോർസ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇറ്റ് സീംസ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ റിഫൈനറീസും പിന്നെ അതുപോലെ ഓയിൽ പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദ അറ്റ്മോസ്ഫിയർ ഹിയർ ഇസ് ഹൈലി ആൻഡ് ഹെവിലി പൊല്യൂട്ടഡ്. സോ ദാറ്റ്സ് എ മെയിൻ റീസൺ ഇവിടെ ഫുൾ കുട്ടി കുട്ടി ബിൽഡിങ്സ് ആണ്. ഇനി നമ്മൾ ഇവരുടെ സ്കൂളിൽ പോവാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ ബിൽഡിങ്സിനേക്കാളും കൂടുതൽ വില്ലകളാട്ടോ. ഒരുപാട് വില്ല കമ്മ്യൂണിറ്റി പോലെ വില്ലകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതന്നെ പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് റെൻറ്റിനൊക്കെ കിട്ടും. സോ ഇതാണ് അവരുടെ സ്കൂള്. എനിക്ക് ഈ സ്കൂള് കണ്ടപ്പം എവിടേക്കോ എൻ്റെ സ്കൂളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഡിസംബറിൽ നാഷണൽ ഡേ ഒക്കെ കഴിഞ്ഞതുകൊണ്ടായിരിക്കും ഇവിടെ ഫുൾ ഫ്ലാഗ്സ് ഒക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ പോലെ ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ സ്കൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും നമുക്കൊരു ഏരിയ വരെ, അതായത് ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഈ ഒരു ബ്ലോക്കിലേക്ക് മാത്രമേ നമുക്ക് പെർമിഷൻ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് അവരുടെ അക്കാഡമിക് ബ്ലോക്ക് വരുന്നത്, അതായത് അവരുടെ ക്ലാസ് റൂംസൊക്കെ. അങ്ങോട്ടേക്ക് പേരൻസിന് യാതൊരു കാരണവശാലും പെർമിഷൻ ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ സ്കൂളിൽ വേറൊരാൾക്ക് നമ്മളെ കാണാനോ അങ്ങനെയൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു കുട്ടിയായിട്ടും നമുക്ക് പുറത്തുള്ള ഒരാൾക്ക് വേറൊരു കുട്ടികളായിട്ടൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോന്നിട്ടുള്ളത് റുവൈസിലേക്കാണ്. റുവൈസ് എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് ബദാസ് ആയിരുന്നു. ഒരു 2.5 hours ഉണ്ട്. ഓൾമോസ്റ്റ് ടു ദി ലൈക്ക് UAE ഒരു ബോർഡർ ആയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ പോയാലാണ് ഗയാത്തി എന്ന് പറഞ്ഞ സ്ഥലം. അത് ആക്ച്വലി ഒരു സൗദി UAE ബോർഡറാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ റുവൈസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലം കേട്ടോ. ലൈക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ റുവൈസ് എന്ന് പറഞ്ഞാൽ. ചെറിയൊരു ടൗൺഷിപ്പാണ്. പക്ഷേ ഉള്ള സ്ഥലം നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടുത്തെ ഓയിൽ കമ്പനീസിലോ റിഫൈനറീസിലോ അങ്ങനെ അതുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ട്രാവൽ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ ഇവിടെ. 2.5 hours ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് ഷാർജയിലേക്ക് തന്നെ പോവാണ്. അപ്പം അന്ന് ആരെല്ലോ ഗസ്റ്റ് വരുന്നതുകൊണ്ട് ഉമ്മ നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടെ ട്രൈ ചെയ്തതാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം 3-3.5 മണിക്കൂറുണ്ട്. നാട്ടിൽ നമുക്ക് 3.5 hours പറയുമ്പം അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പക്ഷേ ഇവിടെ ഇതൊരു ഹെക്ടിക് ടാസ്ക്കാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കാക്കക്ക് ഭയങ്കര ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ലോറികളൊക്കെ സൈഡാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ സൈഡാക്കിയിട്ട് ഒരു 10-15 minutes പവർ നാപ്പ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ. നമുക്കങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും നിർത്തിയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് ഇതുപോലെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. അവിടെ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. ഇവിടെ ഫുൾ ലോറികളാണ്. പക്ഷേ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ഉറക്കം വരികയാണെങ്കിലും എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഉറങ്ങാണ്ടിരിക്കുന്ന ഒരാൾ. ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു 10 minutes ഉറങ്ങിയാൽ തന്നെ നമ്മൾ ഭയങ്കര റിഫ്രഷ്ഡ് ആവും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഉറങ്ങി എണീറ്റ് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പെട്രോൾ പമ്പിൽ കയറിയതാണ്. അപ്പോൾ അങ്ങനെ നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യുക വെച്ചാൽ അത് ഭയങ്കര ഇവൻറ്റ്ഫുൾ ആണല്ലേ. ഒരു സ്കൂട്ടർ അവിടെ നിന്ന് വരുന്നു, ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് വരുന്നു, പിന്നെ അവിടെ ഒരു കുഴി, ഇവിടെ ഒരു ഹമ്പ്, അങ്ങനെ. ഇവിടെ നമ്മൾ ഒരു തടസ്സങ്ങളും ഇല്ലാണ്ടാണ് മുന്നോട്ട് പോണത്. മുന്നോട്ട് നോക്കിയാൽ റോഡ്, സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെസേർട്ട്. അപ്പം നമ്മളുടെ ബ്രെയിനിനെ അലേർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും, ഒരു സ്ലീപ്പിംഗ് മോഡിലേക്ക് പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ ഒരേ കാഴ്ചകളൊന്നും കണ്ടു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും ആ ഒരു ഉറക്കം തൂങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡ് നമ്മളൊരു 150 അല്ലെങ്കിൽ 140 ആ ഒരു സ്പീഡിലൊക്കെയാണ് പോണത്. ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് നാട്ടിൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 6 to 7 hours എടുക്കും കേട്ടോ.
അങ്ങനെ യു എയിൽ വന്നു. നമ്മൾ ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞു. തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇനി ദുബായ് എക്സ്പ്ലോർ ചെയ്യൽ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. കാരണം കാക്ക ജോലിയൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ഇതിപ്പോൾ ഒരു വീക്കെൻഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രകളായിട്ട് ഞാൻ വീണ്ടും വരാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.